ശരി ശരി, ഞാനായിട്ട് ഒരു പ്രശ്നത്തുമില്ല. വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. വരുന്നവര് വരട്ടെ. ഇനി ഞാനായിട്ട് വെറുതെ ഒന്നുമില്ലല്ലോ, ഇതെന്റെ ആവശ്യമായി പോയല്ലോ. അവര് വന്നു തോന്നുന്നു. പറഞ്ഞു മനസ്സിലായാലും രണ്ടുപേരും പഴകുണ്ടാക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. ജസ്റ്റിൻ, സുഖാണോ? എത്ര നാളെ നമ്മൾ കണ്ടിട്ട്? അത് ശരിയാ, എത്ര നാളെ നമ്മൾ കണ്ടിട്ട്? ആ പഴയ കാലം ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോ ഒരേ ഫാമിലി, നമ്മളൊരേ ഫാമിലി, ഇപ്പൊ നമ്മുടെ മക്കളൊരേ കല്യാണം കഴിക്കാൻ പോവാ. ഇനി നമുക്ക് ഡെയിലി കാണാലോ. അതെന്തായാലും ഏട്ടൻ പറഞ്ഞ ശരിയാ. ജസ്റ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായതുകൊണ്ട് ഈ ഒരു മാരേജ് വന്നപ്പോ പിന്നീട് ചിന്തിക്കേണ്ടതായിട്ട് ഒരാവശ്യം വന്നില്ല. കേട്ടോടാ എന്റെ ഡിമാൻഡ്. ആൻഡ് അമ്മയ്ക്ക് എന്നെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. അത് ഡേവിഡ് സാറിന്. അവർക്കല്ലേ ഡിമാൻഡ്. ദിയയുടെ കാര്യം നാലിച്ചേക്ക് എന്തോ കാരണം കൊണ്ട് മിണ്ടാതിരിക്കുന്നത്. പിന്നെ മക്കളെ ദിയ ആൻഡ് നിങ്ങളെന്താ മിണ്ടായിരിക്കുന്നേ? എന്തായാലും ഫസ്റ്റ് ടൈം അല്ല വരുന്നേ. എങ്ങനെയുണ്ട് വീടൊക്കെ? ഇഷ്ടായോ? ആന്റി, വീടൊക്കെ നല്ല ഭംഗിയുണ്ട്. നീ എന്നെ ആനി ഒന്നും വിളിക്കണ്ട. എന്തായാലും ഞാൻ ജസ്റ്റിന്റെ അലന്റെ അമ്മയല്ലേ, അപ്പോ എന്തായാലും മോൾ എന്നെ മരുമോളാൻ പോവാ. മരുമോൾ എന്ന് പറയാൻ പറ്റത്തില്ല, മോള്. അപ്പോ ഈ ആന്റി എന്നുള്ള വിളിയൊന്നും വേണ്ട, എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ? പിന്നെ ദിയ, ദിയ എന്തൊന്നും മിണ്ടാത്തെ? അല്ല, ദിയ നമ്മുടെ കുട്ടിയല്ലേ, നമ്മുടെ ഓഫീസിലെ വർക്ക് ചെയ്യുന്നേ. എന്നിട്ട് എന്താ വല്ലാണ്ടിരിക്കണേ? എതിരെ സംസാരിക്കേ? ഇല്ല അങ്കിൾ, എനിക്ക് ഈ ഒരു കാര്യത്തിലായിട്ട് ഒന്നും പറയാനില്ല. എവിടെ വരെ പോകും നോക്കട്ടെ, എന്നിട്ട് വല്ലതും ഞാൻ പറഞ്ഞ പോരെ. അവളത് പറയുന്ന മൊത്തം എന്നെ തന്നെയാ. അത് നീ പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അത് നിന്നെ അല്ലാണ്ട് ഇവിടെ വേറെ ആരും പറയാൻ ചാൻസ് ഇല്ല. കാരണം അവക്കെതിരെ നീയാണല്ലോ. ഞാനിവിടെ നിങ്ങളെ വിളിപ്പിച്ചില്ലെന്ന് അറിയാലോ. ഡേവിഡ്, ആന്നെ എൻ്റെ മോന് ജസ്റ്റിന് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു കല്യാണം ഫസ്റ്റ് ജസ്റ്റിൻ പറഞ്ഞ സമയത്ത് വളരെ നല്ല എത്തിപ്പുണ്ടായിരുന്നു. കാരണം ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ തന്റെ ലൈഫ് സ്പോയിൽ ചെയ്യും, അങ്ങനെ കുറേയേറെ ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി, അവൻ എൻ്റെ മോനായിരുന്നു. എൻ്റെ മോൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കതിൽ തീർച്ചയായിട്ടും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അവൻ എന്ത് ഡിസിഷൻ എടുത്താലും അതുപോലെ തന്നെ അവൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ ഒരു മാരേജ് അത് ഒരിക്കലും തന്നെ ഫോഴ്സോടെ തന്നെ അതിൽ ഫോഴ്സ് ചെയ്തിട്ടോ ഒരിക്കലും കല്യാണം നടക്കില്ല. ആൻഡ് തനിക്ക് പറ, തനിക്ക് ഈ കല്യാണത്തിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ. അങ്കിൾ ലാസ്റ്റോട് ചോദിക്കാം, എന്റെ മകൻ ജസ്റ്റുവിനെ കല്യാണം കഴിക്കാൻ ആനോ റെഡിയാണോ? അങ്കിൾ, എനിക്ക് കല്യാണത്തിന് സമ്മതം. നിനക്ക് എന്താ നീ പറയുന്നില്ല? നിനക്ക് ബോധമുണ്ടോ? ദിയ ദേഷ്യപ്പെടുന്ന മര്യാദ സംസാരിക്കും. അല്ല, അമ്മ എന്ത് മര്യാദ സംസാരിക്കാൻ പറയണേ? ഇവളിപ്പോ എന്താ പറഞ്ഞ? ഇതൊക്കെ ബോധമുണ്ടോ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കല്യാണം നടക്കാൻ പാടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാ ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ വീട്ടിലായിരുന്നത്. നീ സമ്മതിക്കില്ല എന്ന് ഒറ്റ വിശ്വാസത്തില്ല. എന്നിട്ടിപ്പോ കല്യാണത്തിന് ഓക്കെയാണെന്നോ? അല്ല, ഇവിടെ നടക്കുന്നേ ഓക്കെയാണ്. പക്ഷേ ദിയക്ക് കല്യാണ സമ്മതമല്ലേ? എന്താ ജസ്റ്റിനും ദിയും തമ്മിലുള്ള പ്രശ്നം കാരണമാണോ? ആ ഒരു കാരണം കൊണ്ടാണോ ഈ കല്യാണത്തിന് വേണ്ടെന്ന് പറയുന്നത്? പ്ലീസ്, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റിൻ ആൻഡ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം കാണും. പക്ഷെ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമല്ല. അപ്പോ എന്റെ ചേച്ചിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഹസ്ബൻഡ്
വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് അങ്കിളിന്റെ മോൻ ഡിസേർവ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. സോ ഈ കല്യാണത്തിന് എന്നെ കൂടെ ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. അതിന് നിന്നെ അല്ലല്ലോ ഞാൻ കെട്ടുന്നേ, ആന്നെ അല്ലേ. ഇപ്പൊ ആൻ തന്നെ പറഞ്ഞല്ലോ ആന്റി കല്യാണത്തിന് ഓക്കെയാണെന്ന്. അപ്പൊ പിന്നെ നിനക്കെന്താ പ്രശ്നം? ഇവിടെ നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കും. ഏറ്റവും വലിയ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ആൻ ഈ കല്യാണത്തിന് ഓക്കെയാണെന്നാണ്. ഇപ്പോ എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ നീ തന്നെ കേട്ടല്ലോ ആൻ എന്താ പറഞ്ഞത്. ആൻ ഈ കല്യാണത്തിന് സമ്മതം. അപ്പോ ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. സോ ദിയ, നീ വെറുതെ വായും ചാവ നിൽക്കണ്ട, കേട്ടല്ലോ. ആന്റി എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ നിനക്ക് വേണ്ടിയാ ഇങ്ങനെ സംസാരിക്കുന്നേ. എനിക്കറിയാം ഈ ഒരു ഫാമിലി നല്ലത് തന്നെ. പക്ഷെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി പറയണേ, പ്ലീസ്. ദിയ, നീ എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്താ ആന്റി, എന്താ കാര്യം? ദിയ മോളെ, മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് നിന്നെ മനസ്സിലാവും. സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കണം അവളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഇവിടെ നിൽക്കുന്ന ആരെക്കാളും എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം, എന്റെ മക്കളെ കുറിച്ച്. എക്കെയും ചേക്കേനെ അവരെ നല്ല രീതിയിൽ വളർത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു പെണ്ണുങ്ങളോടും മോശമായിട്ട് പെരുമാറുകയോ അങ്ങനത്തെ ഒരു സ്വഭാവം ജയിക്കും ജസ്റ്റിനില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതിനെ മറ്റാരെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണതാണ്. അതെന്റെ മക്കള് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് എന്തിനാ തന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റ് ഒരിക്കലും ആൻഡ് ലൈഫ് വെച്ച് ഈ ഒരു ഗെയിം കളിക്കില്ല. അതില് ഒരു അമ്മ എന്ന നിലയിൽ എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മക്കളെ രണ്ടുപേരിൽ എനിക്കൊരു റിക്വസ്റ്റുള്ള മോളോട്. ജെക്കെയും എക്കെയും പ്രസവിച്ച എന്റെ സ്വന്തം മക്കളാണ്. അവരെ ഞാൻ നല്ലപോലെ തന്നെ വളർത്തിരിക്കുന്നത്. അവരെങ്ങനെയാണ് എന്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് അവർക്കുണ്ടോ അതേ കണക്ക് ആനും ഉണ്ടാവും. ഒരിക്കലും ആൻ ഇവിടെ വന്ന് ഒരിക്കലും സങ്കടപ്പെടാനായിട്ട് ഒരു സിറ്റുവേഷൻ പോലും എന്റെ മക്കൾ ഉണ്ടാക്കില്ല. എനിക്ക് നല്ലപോലെ അറിയാം. ജെക്കെ ആനയ്ക്ക് രണ്ടുപേരും എനിക്ക് ആൺമക്കളാണെങ്കിൽ ആൻ എനിക്കൊരു മോളെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നീ എനിക്കൊരു സ്വന്തം മോളെ പോലെ തന്നെയാണ്. അപ്പോ ഒരു പ്രശ്നം വരുമ്പോ അതിനെ ഒരുമിച്ച് നിന്ന് ജയിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു കല്യാണം അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കല്യാണത്തിന് തടങ്ങലിടരുത്. ഈ കല്യാണം നടക്കേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. ഒരിക്കലും ഞങ്ങളെല്ലാവരും മോളായിട്ട് വേദനിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ പറയുന്ന മാത്രം എന്താ ആർക്കും മനസ്സിലാവാത്തത്? ഞാൻ ഒരിക്കലും എന്റെ ലൈഫ് സ്പോയിൽ ആവരുതെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അവള് വേറെ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും. പക്ഷെ ജസ്വിൻ അയാൾ ഉറപ്പായിട്ടും ദിയയുടെ ലൈഫ് വെച്ച് കളിക്കുക. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതാർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അയാൾ എല്ലാവരുടെ മുമ്പിലും ഒരു സേഫ് ഗെയിമറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് പ്രൂവ് ചെയ്യാൻ ഒരു തെളിവ് പോലും ഇല്ല. ഇപ്പൊ ആന്റി പറഞ്ഞു കേട്ടതൊന്നും എനിക്കറിയില്ല. ഞാനായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ആന്റി പറഞ്ഞതുപോലെ ഈ കല്യാണം നടക്കട്ടെ. പക്ഷെ ഈ കല്യാണം നടന്നു കഴിഞ്ഞ് ആന്റെ ലൈഫ് പക്ഷെ അയാൾ കളിക്കുകയാണെങ്കിൽ പിന്നെ
ഈ ദിയ ആരാണെന്ന് ജസ്റ്റിന് അറിയും. അവര് വന്നല്ലോ. അപ്പൊ എങ്ങനെയാ ഈ കല്യാണത്തിന് എല്ലാവർക്കും സമ്മതമല്ലേ? എന്തായാലും ഇവിടം വരെ ആയ സ്ഥിതിക്ക് ഇപ്പൊ ആരും ഓക്കെ പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ കല്യാണം പെട്ടെന്ന് നടത്താനാ എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോ മോനെന്താ പറഞ്ഞു വരുന്നേ? ഈ കല്യാണം എപ്പോ നടത്താനാ? 2 ദിവസത്തിനുള്ളിൽ. ജസ്വിൻ, ഇത്രക്കൊക്കെ വേണോ? ദിയ എവിടേക്കിനെ കണ്ടല്ലോ. ഇപ്പൊ തന്നെ നിനക്ക് 2 ദിവസത്തേക്ക് കല്യാണം കഴിക്കണോ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാലോ. നീ ഒന്ന് പോടാ. നീയുണ്ട് നിന്റെ തീയുണ്ട്. അവളെ എനിക്ക് പേടിയൊന്നുമില്ല, കണ്ടല്ലോ. അതുകൊണ്ട് മോൻ കുറച്ച് രമ്മിണ്ടായിരിക്കാം. ദിയ, നിനക്കെന്താ തോന്നേ? ഈ കല്യാണം നടക്കുമെന്നാണോ അതോ നടക്കത്തില്ലെന്നാണോ? എല്ലാം തീരുമാനിച്ചല്ലോ. അപ്പൊ പിന്നെ എന്റെ അഭിപ്രായത്തിൽ എന്താ കാര്യം? ഈ കല്യാണം നടക്കുവാണെങ്കിൽ നടക്കട്ടെ. എടാ, ഞാൻ കേൾക്കുന്നതന്നെയാണോ നീ കേട്ടെ? നീക്കിപ്പോ ഈ കല്യാണം നടക്കുന്നൊരു കുഴപ്പമില്ല. അവള് ചെത്താലും ഈ കല്യാണം നടത്തണമെന്നല്ല നമ്മളോട് പറഞ്ഞേ. എന്നിട്ടിപ്പോ ഒറ്റടിക്ക് മാറിയോ? ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട്. നീ ഇങ്ങനൊന്നും പെരുമാറില്ല. അതിന് മാത്രം അമ്മ എന്തായിരിക്കും പറഞ്ഞേ? ആൻ, എനിക്ക് ആനോടൊന്ന് സംസാരിക്കണമായിരുന്നു. ആൻ എന്റെ കൂടെ ഒന്ന് വരുമോ? അലൻ, എന്താ അവളോട് പറയാൻ പോന്നെ? ജസ്റ്റിൻ, നീ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ സംസാരിച്ചു വരാം, നീ വെയിറ്റ് ചെയ്യും. എടാ അലൻ, ഇവിടെ എന്താ നടന്നേ? നിന്റെ ചേട്ടൻ ഇഷ്ടമാണോ? എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഇവിടെ സമർപ്പിച്ചു. പക്ഷെ നിനക്കറിയില്ല എല്ലാം. എന്തിനാ നീ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നേ? അതെന്താ മോളൂസേ, കല്യാണം വേണ്ടേ? അല്ല, നിനക്കല്ലേ നല്ലൊരു ചെറുക്കൻ കല്യാണം കഴിക്കണം പറഞ്ഞു. അതും എന്റെ ചേട്ടനാകുമ്പോ ബെറ്റർ അല്ലേ? എന്തേ നോക്കുന്നോ? അങ്ങനെ വല്ല എന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വെച്ചോ. മര്യാദക്ക് എന്നെയും കിട്ടി എന്റെ പിള്ളേരെയും നോക്കണം. അല്ലാണ്ട് വെറുതെ നീ ഇത് കളിക്കാണോ? നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ചുമ്മാ പറയുന്നത്? ഫാമിലി ഫുള്ള് സീരിയസാ. അല്ലെങ്കിൽ നീ ഇപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് എടുക്ക്. എനിക്കറിയാം കാര്യത്തിന്റെ സീരിയസ്നെസ്. പക്ഷെ ഇത് ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് നിന്നെ കല്യാണം ആലോചിക്കുന്നെന്ന്. പക്ഷെ ഇത് അറിഞ്ഞപ്പോ പോലും ഞാൻ എല്ലാവരും മുമ്പിൽ കൂളായിട്ട് എടുത്ത്. കാരണം അവർക്ക് ഡൗട്ട് വന്നിരിക്കാൻ. എനിക്ക് ഇങ്ങനെ എന്റെ വീട്ടിൽ പറയാൻ പറ്റും നമ്മൾ 5 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഇപ്പൊ എന്ത് ചെയ്യാം നമ്മള്? ഒന്നും ചെയ്യാനില്ല. നീ ഇവിടെ തന്നെ ഇങ്ങനെ വെട്ടിയിട്ട് നിൽക്കുക. ഞാൻ കെട്ടിക്കോളും എന്റെ ചേട്ടനെ. ആൻഡ് നീ വെറുതെ പോലൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ല, എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? അപ്പൊ പിന്നെ സ്വന്തം ബോയ് ഫ്രണ്ട് ചേട്ടനെ കിட்ட പറഞ്ഞ അതൊന്നും പറ്റത്തില്ല. എനിക്ക് അങ്ങനെ വേറെ സാധനം കാണാൻ പറ്റില്ല. ഈ കല്യാണം എങ്ങനെ മുടക്കാൻ പ്ലാൻ പറഞ്ഞില്ല. വെറുതെ മുടക്കാൻ പോയാ ഇനി ജസ്റ്റിന് ഇതെല്ലാം അറിഞ്ഞ എന്നെ അങ്ങ് കൊല്ലും. എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതിന് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദിയ. അത് നേരത്തെ. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നില്ല ദിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ല, നീ വെറുതെ പൊട്ടമാരോട് സംസാരിക്കരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ അത് പറ്റത്തില്ല. എന്നാ പിന്നെ ദിയനെ കൂടെ ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്തില്ല. നീ വല്ലതും ചെയ്യോ? അതുമില്ല. എന്നിട്ടിപ്പോ ലാസ്റ്റ് എന്തോ ചെയ്യണം ചോദിച്ചാ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ ചേട്ടനോട് ഞാൻ വേണം സംസാരിക്കാം. അവനോട് പോയി പറഞ്ഞാലേ നിന്നെ കേട്ടാൻ നേരത്ത് എന്റെ കഴുത്തിന് ഇവിടെ തല ഉണ്ടാവില്ല. അതിനു മുമ്പ് അവൻ എന്നെ കൊല്ലും. വെറുതെ അവന്റെ വായി കയറുന്നത് എന്നെ കൂടെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നീ ചുമ്മാ പോലെ ദേഷ്യപ്പെട്ട് കണ്ടില്ലല്ലോ. അങ്ങനെ ഉള്ളപ്പോ ഇതെങ്കിലും അറിഞ്ഞ എന്നെ കൂടി പറ്റില്ല. ഇനി എന്ത് ചെയ്യണത്തില്ല. കല്യാണം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് നടത്തും തോന്നുന്നു. ഇനിയിപ്പോ ദയവായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ.